Hello, hello. Hello. Hello, hello. Hello? Hello? Okay. Hello? Yeah. Hello? Yes. ഈ മീഡിയാസിൻ്റെ ബാക്കിൽ ഇരിക്കുന്നവർ അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഈ പരിപാടി എല്ലാ ജനങ്ങളും അത് കാണേണ്ടതായിട്ടുണ്ട്. അവരിലൂടെയാണ് രാഹുൽജിയുടെ ഈ പ്രചരണ പരിപാടി ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പ്രിയ സഹപ്രവർത്തകർ അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് മാറി നിൽക്കണം. അവരോട് കൃത്യമായി നിർദ്ദേശം ലഭിച്ചിരിക്കുന്നവർ മാത്രം ഈ പരിസരത്ത് നിൽക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പോലീസിൻ്റെ നിർദ്ദേശാനുസരണമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരുമായി പ്രത്യേകം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട UDFൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നേതാക്കന്മാരെ, നാളെ പരിപാടി നാളെ ഫുള്ള് പറയും. (2024) ലോകത്ത് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇന്ത്യ മഹാരാജ്യമടക്കമുള്ള ഏകദേശം 60 രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നാണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പുണ്ട്, യൂറോപ്യൻ യൂണിയനുകളിലുണ്ട്, തുർക്കിയിലുണ്ട്. ഏകദേശം 400 കോടി ജനങ്ങൾ അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ഒരു വർഷമാണ് 2024. എല്ലാ രാജ്യങ്ങളിലും ഭരിക്കുന്നവരും പ്രതിപക്ഷവും തമ്മിലുള്ള വലിയ തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഭരണവീഴ്ചയും പ്രതിപക്ഷ ധർമ്മവുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകൾ ഗൗരവത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് കേവലം രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് ഇതിലെ ഒരു പ്രത്യേകത. രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഭ്രംശം സംഭവിച്ചു പോകുന്നോ എന്ന ഭയം രാജ്യം ഭരിക്കുന്നവരെ വലക്കുന്ന, രാജ്യത്തെ ജനങ്ങളെ വലക്കുന്ന അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, സുപ്രീം കോടതിയിലെ അഭിഭാഷകർ, ഹരീഷ് സാൽവെ അടക്കമുള്ള അഭിഭാഷകർ, BJPക്ക് വേണ്ടി വാദിച്ച 15ഓളം അഭിഭാഷകർ സുപ്രീം കോടതിക്ക് അയച്ച കത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചയായതാണ്. അതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ പരിരക്ഷിക്കണമെന്നാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകരുന്നു എന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായ പ്രശ്നമാണെന്ന് നമുക്കറിയാം. ലോകത്ത് യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള
അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തുന്ന നിരവധി ഇൻഡെക്സുകളുണ്ട്, സർവേകളുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന താരതമ്യ പഠനങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, അങ്ങനെ ഒരുപാട് പഠനങ്ങൾ. ഈ ഇൻഡെക്സുകളിൽ മുഴുവൻ ഇന്ത്യ മഹാരാജ്യം പിറകിലാണ്. ലോകത്തിലെ ഏറ്റവും പിറകിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ രാജ്യമെന്ന് ഓരോ ഇൻഡെക്സുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കടകരമായ ഒരു ഇൻഡെക്സ് റിപ്പോർട്ടുണ്ട്. അതെന്തെന്നാൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് ആണ്. നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന്. ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യം ഇന്ത്യ എന്ന് ലോകത്തിന് അഭിപ്രായമില്ല, പ്രത്യേകിച്ച് അമേരിക്ക, UK. എന്നാൽ ലോകം അസന്നിഗ്ധമായി പറയുന്നുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ആ ഏറ്റവും പുതിയ ഡെമോക്രാറ്റിക് ഇൻഡെക്സിനകത്ത് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്നാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന, ഏകാധിപതി ഭരിക്കുന്ന രാജ്യം. ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒന്നാണെന്ന് രാജ്യത്തിൻ്റെ മൗലികതയെ, അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, പട്ടിണിയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ സർവേ, ഇന്ത്യ അതിൽ 111ാമത്തെ രാജ്യമാണ്. ഇന്ത്യയോട് തൊട്ടുകിടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ. അതിൻ്റെ എത്ര ക്ഷീണമാണത് എന്നറിയാൻ ഇന്ത്യയോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന അഫ്ഗാന്റെ കണക്ക് മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ അപ്പോഴും രാജ്യം ഭരിക്കുന്ന മോദി പറയുന്നത് അതിൽ കാര്യമില്ലെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര നഗരം ബോംബെയാണ് എന്നാണ് മോദിയുടെ ഉത്തരം. അത് സത്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര നഗരം ബീജിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. എന്നാൽ ഈ തവണ ലോകത്തിലെ മില്യണേഴ്സ് സിറ്റി എന്ന് പറയുന്നത് ബോംബെയാണ്. അദാനി എവിടെയാണ് താമസിക്കുന്നത്, അംബാനി എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ഈ ധനാഢ്യന്മാരെ കുറിച്ചുള്ള ഒരു ലോക പഠനം എടുത്ത് പരിശോധിച്ചു നോക്ക്. എല്ലാ കോടീശ്വരന്മാരും, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് എന്ന് നിങ്ങൾ ChatGPT-യിൽ അടിച്ചാൽ, അതല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ ആദ്യം വരുന്നത് ടെസ്ല കാറാണ്. ലോകത്തിലെ മോട്ടോർ പ്രേമികളുടെ ഏറ്റവും പുതിയ കാറാണ് ടെസ്ല. ടെസ്ല കാറ് ഇലോൺ മസ്ക് വികസിപ്പിച്ചെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. എലോൺ മസ്ക് ധനാഢ്യനായതിൻ്റെ ഉത്തരം അവിടെയുണ്ട്. നിങ്ങൾ ബിൽഗേറ്റ്സിനെ എടുക്കുക. ബിൽഗേറ്റ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉടനെ വരും മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയാണ് ബിൽഗേറ്റ്സ്. നിങ്ങൾ ഷെഫ് ബേസ് എന്നടിക്കുക, അപ്പോൾ ഉടനെ വരും ആമസോൺ. ലൂയി വിറ്റന്റെ മുതലാളിയുണ്ട്. ലോകത്തിലെ എല്ലാ മുതലാളിമാരും അവരുടെ പ്രോഡക്റ്റുകൾ ലോകത്തിൽ വിറ്റാണ് അവർ ധനാഢ്യരായത്. അദാനി എന്താണ് കണ്ടുപിടിച്ചത്? അദാനി എന്താ കണ്ടുപിടിച്ചത്? ഒരു മൊട്ടുസൂചി അദാനി കണ്ടുപിടിച്ചിട്ടുണ്ടോ? അംബാനി കണ്ടുപിടിച്ചിട്ടുണ്ടോ? അദാനിയും അംബാനിയും ചേർന്ന് കണ്ടുപിടിച്ചത് മോദിയെയാണ്. മോദിയെ കണ്ടുപിടിച്ചത് വഴി ഈ രാജ്യത്തിന്റെ എയർപോർട്ടുകൾ, ഈ രാജ്യത്തിന്റെ സീപോർട്ടുകൾ, ഈ രാജ്യത്തിന്റെ കോർപ്പറേഷനുകൾ അവരെഴുതി വാങ്ങി. ഈ രാജ്യത്തിലെ ജനങ്ങളെ ലൂട്ട് ചെയ്താണ് ഇന്ത്യയിലെ പണക്കാരായി മാറിയത്. ഈ രാജ്യത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചാണ്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ധനാഢ്യരുടെ അവസ്ഥയതാണ്. ഇനി മറ്റൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ രാജ്യത്തിലെ കുറേ മൗലികമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളിതാ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വരികയാണ്. നമ്മളുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരികയാണ്. നമ്മൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം. നമ്മൾ ഈ നാട്ടിലൊരു പാലം വന്നാൽ, റോഡ് വന്നാൽ, സ്കൂൾ വന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. കാര്യമെന്ത്? ഈ നാട്ടിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൂടിച്ചേരലാണ്. അതിനപ്പുറത്ത് നിങ്ങളും ഞാനും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്.
എന്താ വ്യത്യാസം? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, മുസ്ലിം ലീഗുകാരനാണ്. എൻ്റെ പിറകിൽ കുറെ കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, പല വിഭാഗം ആളുകളുണ്ട്. നമ്മൾക്ക് തന്നെ നമ്മളുടെ സ്വകാര്യമായ വികാര വിചാരങ്ങളും ധാരണകളുമുണ്ട്. അതിനെ ഉദ്ദീപിപ്പിക്കുക, അതിനുവേണ്ടി നമ്മൾക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാക്കുക, ഈ കൂടിച്ചേർന്നിരിക്കുന്ന മെയിൻ കോസിനെ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ മറപ്പിക്കുക. രാജ്യം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ധ്രുവീകരണത്തിന്റെ വഴി അതാണ്. എത്രമേൽ അപകടകരമാണത് എന്ന് ഈ നാട്ടിന്റെ രാഷ്ട്രീയാവസ്ഥയെ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടില് മോദി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഇന്ത്യ ഭരിക്കുന്ന ആരും ഭരിക്കേണ്ടത്? ഇവിടെ കോൺഗ്രസ് ഭരിച്ചാൽ, BJP ഭരിച്ചാൽ, കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചാൽ, ലീഗ് ഭരിച്ചാൽ എന്താ കാര്യം? ഈ രാജ്യത്തിന്റെ 80% ഹിന്ദുക്കളാണ്. ആ 80% പ്രശ്നങ്ങൾ അവഗണിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? അവഗണിച്ചാൽ രാജ്യമുണ്ടാകുമോ? 80% പട്ടിണി, 80% വിശപ്പ്, 80% ജോലി, 80% ജീവിത നിലവാരം, അതല്ലേ ഭരിക്കുന്നവൻ പരിഗണിക്കേണ്ടത്, അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ടത്? ഈ രാജ്യത്ത് എന്തു നന്മയുണ്ടായാലും ആ നന്മയുടെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തിലെ 80% ഹിന്ദുക്കളാണ് ആദ്യം. ഈ രാജ്യത്ത് എന്ത് ദോഷമുണ്ടായാലും ആ ദോഷത്തിന്റെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാജ്യത്തിലെ 80% ഹിന്ദുക്കളാണ്. അത് കഴിഞ്ഞേ മുസ്ലിങ്ങളുള്ളൂ, അത് കഴിഞ്ഞേ ക്രിസ്ത്യാനിയുള്ളൂ. എങ്കിൽ ഈ രാജ്യം ഭരിച്ച മോദിയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ വില കയറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ആ വില കൊടുക്കേണ്ടി വന്നത് ആരാണ്? ഇവിടുത്തെ ഹിന്ദുക്കളാണ്. നിങ്ങൾ ഡീസലിന് വില കയറ്റിയപ്പോ, പെട്രോളിന് വില കയറ്റിയപ്പോ, നിങ്ങൾ ഗ്യാസിന് വില കയറ്റിയപ്പോ അത് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വന്നത് ആരാണ്? അതിന്റെ ഇരകൾ ആരാണ്? ഈ രാജ്യത്തിലെ ഹിന്ദുക്കളാണ്. രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് വൈകാരികമായ മറുപടികൾ കൊണ്ടല്ല ഉത്തരം നൽകേണ്ടത്. ഈ രാജ്യത്ത് 76% അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ല എന്ന് പറയുമ്പോൾ അതിലെ 80% ഹിന്ദു സഹോദരന്മാരാണ് എന്നെന്തേ മനസ്സിലാക്കാത്തത്? എന്ന് വെച്ചാൽ നമുക്കിടയിലുള്ള വികാരങ്ങളെ തന്ത്രപരമായി വിനിയോഗിച്ച് വോട്ടാക്കുക. 80% വോട്ട് വേണം. അവന്റെ പട്ടിണി പ്രശ്നമല്ല, അവന്റെ ദാരിദ്ര്യം പ്രശ്നമല്ല, അവന്റെ പ്രയാസങ്ങൾ പ്രശ്നമല്ല, അവന്റെ ബുദ്ധിമുട്ടുകൾ പ്രശ്നമല്ല എന്ന് വരുത്തുക. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, കുറെ പറയേണ്ട കാര്യമില്ല. ഒന്ന്, BJPയുടെ കേരളത്തിലെ നേതാവാരാണ്? സുരേന്ദ്രനാണ്, കെ സുരേന്ദ്രൻ. ഇവിടെ വരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ മെനിഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനം തന്നു. ഞങ്ങൾ വയനാട്ടുകാർ അതിൻ്റെ ഒരു ആവേശം മാറിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെങ്ങാനും എന്നെ MP ആക്കിയാൽ ഞാൻ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. ഭയങ്കര സംഭവമാണ്. കാര്യം എന്ത്? വയനാട്ടിൽ ആന ഇറങ്ങുന്നത്, പുലി ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ്. വയനാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്, വയനാട്ടിന് ബദൽ റോഡ് ഇല്ലാത്തത്, വയനാട്ടിൽ രാത്രി സഞ്ചാരമില്ലാത്തത് അവിടെ സുൽത്താൻ ബത്തേരി എന്ന പേര് കണ്ടതുകൊണ്ടാണ്. ആ പേര് മാറ്റിയ പ്രശ്നമൊക്കെ തീരും. ഒരു ക്രൂഷ്യലായ ഇലക്ഷന് മത്സരിക്കുന്ന ഒരു MP-യുടെ വാഗ്ദാനം. ഇയാളുടെ വർത്താനം കേട്ടാ കരുതുക ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് ആരുടെയോ അമ്മായിയപ്പന്റെ പേരാണെന്നാണ്. എടാ, ഒരു നാട്ടിലൊരു പേര് വരുന്നത് എത്ര സ്വാഭാവികമായി ആ നാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നല്ലേ? എങ്ങനെയാ കണ്ണൂർ എന്ന പേരായത്? എങ്ങനെയാ കൽപ്പറ്റ എന്ന പേരായത്? എങ്ങനെയാ കോഴിക്കോട് എന്ന പേരായി? ഇത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ നരമ്പ് രോഗങ്ങളെ ഉദ്ദീപിപ്പിക്കുക, ആ നരമ്പ് രോഗങ്ങളെ കത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന ഒരു തരം വികലമായ രാഷ്ട്രീയ സമീപനമാണ്. നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, 10 കൊല്ലം മുമ്പ് മോദിയുടെ പ്രസംഗമുണ്ട്, മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ക്ക് ഇൻ ഇന്ത്യ. മോദി എവിടെ വന്നാലും പറയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 10 കൊല്ലമായിട്ട് എന്താ മെയ്ക്ക് ചെയ്ത്? എന്താ ഉണ്ടാക്കിയത്? അദാനിയെ ഉണ്ടാക്കി, അംബാനിയെ ഉണ്ടാക്കി, വേറെന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ രാജ്യത്തിന് ഗുണപരമായ ഒന്നും. ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ സർവസ്വവും എന്ന് പറയുന്ന ഈ സംഘി പുങ്കവന്മാരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്.
1947 ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെ നോക്കി പറഞ്ഞ ഒരു ശാപവാക്കുണ്ട്: ഈ രാജ്യം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാകുമായിരുന്നു. 4599 ജാതിയും മതങ്ങൾ, 325 ഭാഷകൾ, ഓരോ സ്റ്റേറ്റുകളും വ്യത്യസ്തമായ സാംസ്കാരിക രൂപമുള്ള ഭാവങ്ങൾ തകരുമായിരുന്നു. പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഫക്കീർ ആ രാജ്യത്തിൻ്റെ മുമ്പിൽ നടന്നു. എല്ലാവരും അതിൻ്റെ പറകിൽ. 47 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ഈ രാജ്യത്തിൻ്റെ പതാക ഉയരുമ്പോ അവിടെ ഗാന്ധിജിയില്ല, നവഖാലിയിലാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കിക്കുന്നിടത്ത് അരുതെന്ന് പറയാൻ പോയതാണ്. രാജ്യത്തെ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്ന് ഗാന്ധിജി രാജ്യത്തെ ഒന്നാക്കാൻ ശ്രമിച്ചു. ആ മനുഷ്യനെയാണ് സംഘ് പരിവാരം വെടിവെച്ച് കൊന്നത്. അന്ന് രാത്രി ഓൾ ഇന്ത്യ റേഡിയോയില് ഗദ്ഗദകണ്ഠനായി പതറുന്ന ശബ്ദത്തില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗമുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ അത് കേൾക്കണം. നെഹ്റു പറയുന്നുണ്ട്, ആ വിളക്കുമരം അണഞ്ഞുപോയി. ഞങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് തീർന്നു. പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോ നെഹ്റു സമചിത്തത കൈവരിക്കുന്നുണ്ട്. നെഹ്റു പറയുന്നുണ്ട്, ആ വിളക്കുമരം അണഞ്ഞുപോയി എന്ന് ഞാൻ പറഞ്ഞുപോ, ഞാൻ തിരുത്തുകയാണ്, അതണയില്ല. ആ മനുഷ്യൻ കത്തിച്ചു വച്ച ദർശനങ്ങൾ ഞങ്ങളുടെ വഴികാട്ടിയാവും. പിന്നീട് നെഹ്റു ഭരിച്ചു ഗാന്ധിയൻ ആദർശങ്ങളോടെ. ഈ നാട്ടിൽ ഡാമുകൾ ഉണ്ടാക്കിയത് കർഷകർക്ക് കൃഷി ചെയ്യാനാണ്. IIM-ഉം IIT-യും ഉണ്ടാക്കിയത് നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ്. ചേരി ചേരാ നയം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇന്ത്യക്ക്. ചേരി ചേരാ നയം, എന്തു മനോഹരമാണത്! ആരോടും കക്ഷി ചേരുകയല്ല, എന്നാൽ നിലപാടുകളുടെ പേരെടുക്കുക എന്നത് അതായിരുന്നു. ഇന്ന് ഇതാ പ്രശ്നമാണ്. ഇസ്രായേൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നു, തുർക്കി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. സംഘർഷഭരിതമാണ്. ഇന്ത്യയുടെ നിലപാടെന്താണ്? ഈ രാജ്യത്തെ ക്രിയാത്മകമായി പതുക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനങ്ങളുടെ ബേസായ ഗാന്ധിയൻ വീക്ഷണങ്ങളാണ്. എന്നിട്ട് ഇപ്പോ ഇതിൻ്റെയൊക്കെ മോള് കയറി കുത്തിർന്നിട്ട് പറയാണ്, ഞങ്ങളാ ഇന്ത്യ ഉണ്ടാക്കിയത്. ഈ ബന്നിന്റെ മുകളിൽ മുന്തിരി വെക്കുന്ന കണ്ടില്ല ഞങ്ങൾ? ബന്നി തീയൊക്കെ കൊണ്ട് ചൂടൊക്കെ ആയിട്ട് അതിങ്ങനെ പൊന്തി വരുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് ഒരു മുന്തിരി കൊണ്ടേ വെക്കൂ. മുന്തിരിൻ്റെ വിചാരം മുന്തിരി അതൊക്കെ ഉണ്ടാക്കിയെന്നാണ്. അതുപോലെയാണ് നരേന്ദ്രമോദിയും BJP-യും വിചാരിക്കുന്നത് ഈ 10 കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയതാണ് ഇന്ത്യ രാജ്യമെന്ന്. എന്നാൽ മോദി അറിയുമോ? മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. മോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ബക്രാനൻഡൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളിലെ പാഠപുസ്തകം പഠിച്ചു മറിച്ചു കളിക്കുന്ന കാലത്ത് ഇന്ത്യൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ്ജ നിലയം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ IIM ഉണ്ടായിട്ടുണ്ട്, NIT ഉണ്ടായിട്ടുണ്ട്, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി അക്ഷരം പെറുക്കി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൊതുമേഖലാ രംഗത്ത് ഇന്ത്യ നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. മോദി RSSന്റെ ശാഖയിൽ ലാത്തി ചുഴറ്റി പഠിക്കുന്നതിന് മുമ്പ് 1 ലക്ഷം പാക് പട്ടാളത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു നിർത്തിയിട്ടുണ്ട്. തീരുന്നില്ല. മോദി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ രാജ്യം ഏറ്റവും പുതിയ ഒരു സർവേ നിങ്ങൾ നോക്കൂ. ഈ അടുത്ത് വന്ന QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ഉണ്ട്. ആ റാങ്കിങ്ങില് നമ്പർ 1 ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. മെനഞ്ഞാന്നാ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചയാ പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി BJP-കാരന് ഇഷ്ടമല്ല. എന്താ കാര്യം? ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധം നടക്കുന്ന യൂണിവേഴ്സിറ്റി അവിടെയാണ്.
ജനകീയ പ്രതിരോധം, ജനകീയ പ്രൊട്ടസ്റ്റ് അവിടെയാണ്. അതുകൊണ്ട് ഇഷ്ടമല്ല അവർക്ക്. ദീപിക പട്കോൺ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ അഭിനേത്രി അവിടെ ചെന്നു. അതുകൊണ്ട് മാത്രം ദീപിക പട്കോണിനെ നിങ്ങൾ പീഡിപ്പിച്ചു. NRCക്കെതിരെ, CIA-ക്കെതിരെ ആ സമരങ്ങൾ രൂക്ഷമായ ഇടം JNU ആണ്. ആ JNU-വിലെ സമരങ്ങൾ തെറ്റായിരുന്നില്ല എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. ഒരു കാര്യം CPM-കാരന് മനസ്സിലാക്കിക്കോ, പൊറാട്ട തിന്നാൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇത്തിരി കഴിഞ്ഞു വരാൻ പോകുന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പരിഹസിച്ചല്ലേ? BJP-യുടെ പ്രകടന പത്രിക എടുത്തു നോക്ക്. അതിനകത്ത് NRC എന്ന പേരെഴുതി വെക്കാൻ BJP-ക്ക് ധൈര്യമില്ലായിരുന്നെങ്കിൽ അതിനൊരൊറ്റ മനുഷ്യനാണ് കാരണം. അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സമരനായകനാണ്. സമരങ്ങൾക്ക് പ്രതിഫലനമുണ്ട്. എന്താ BJP CPM ഇപ്പോഴും പറയണ ഞങ്ങൾ CAA-യുടെ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ്? ഇതേപോലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അണപൈ തീർത്തു കണക്കു പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാലോ. DYFI CPM-ന്റെ പോഷക സംഘടനയല്ല എന്ന് പറഞ്ഞപ്പോൾ അണ്ണാക്ക് തൊടാതെ വിടുകിയ അന്തം കമ്മി സഖാക്കളോട് നിങ്ങൾക്ക് പറയാം. പക്ഷെ മനുഷ്യരോട് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ സമീപനം നിരന്തരമായി ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്ത ഒരാളോട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്കതിന് കഴിയില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആത്മവിശ്വാസത്തെ കൈവിടാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 300 കൊല്ലം യുദ്ധം ചെയ്താണ് ബ്രിട്ടീഷുകാരനെ ഓടിച്ചതെങ്കിൽ 10 കൊല്ലം ഇന്ത്യ ഭരിച്ച ഫാഷിസ്റ്റുകളെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തുരുത്താൻ പോവുകയാണ് എന്നതാണ് റിസൾട്ട്. 165 നിലവിലുള്ള സീറ്റിൽ BJP തോറ്റുപോകുമെന്ന് ആഭ്യന്തര സർവേ, കോൺഗ്രസ് സർവേ അല്ല, പെയ്ഡ് സർവേ അല്ല, BJP-യുടെ ആഭ്യന്തര സർവേ പറയുന്നു. രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ചതിയൻ നിതീഷ് കുമാറിന്റെ ബീഹാർ എല്ലാം തിരിച്ചു വരികയാണ്. ബീഹാറിൽ നിന്നാണ് നമ്മുടെ നേതാവ് ഏതാനും സമയം കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിറങ്ങുന്നത്. അവിടെയൊക്കെ കോൺഗ്രസ് തിരിച്ചു വരികയാണ്. CPM-കാരെ ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. എന്തെന്നാൽ ബംഗാളിൽ നിന്ന് ഒരു തരിയും പൊങ്ങുന്നില്ല, ത്രിപുരയിൽ നിന്ന് ഒരു തരിയും വരുന്നില്ല. എന്നാൽ കോൺഗ്രസിനെ മുച്ചൂടും നശിപ്പിച്ചെടുത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നതിന്റെ കണക്കുകൾ പറയുകയാണ്. മോദിയുടെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്നത്തെ പത്രത്തിലുമുണ്ട് മോദി ഗ്യാരണ്ടി. എന്താ ഈ മോദി ഗ്യാരണ്ടി? 10 കൊല്ലം മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞത്, BJP പറഞ്ഞത് ഇന്ത്യൻ ഉറുപ്പിക ICU-വിലാണ് എന്നാണ്. നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യും കുട്ടികൾ. ഇന്ന് ഡോളറിന്റെ റേറ്റ് എത്രയാണ്? ഇന്നലെ 84 രൂപയാണ്. ഇന്നലെ 84 രൂപ, ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റ്. ഇന്ത്യൻ രൂപയുടെ ഏറ്റവും ഭീകരമായ വിലയിടിവ് ഇന്നലെയാണ്. ആ ഇന്നലത്തെ വിലയിടിവ്, ഡോളറിന്റെ റേറ്റ് അത്രമേൽ മാറിയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ റുപ്പി യഥാർത്ഥത്തിൽ ICU-ലായത് 2024-ലാണ്. എന്റെ ചോദ്യം, ഇവിടെ ഈ രാജ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ അതിന്റെ പേരിൽ എന്തിനാണ് ഈ രാജ്യത്തിലെ ചില ആളുകൾ നിശബ്ദരാവുന്നത്? ശബ്ദമുയർത്തേണ്ടവർ, സംസാരിക്കേണ്ടവർ. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. വന്നാ അതാ വരുന്നു. അത് ട്രയലാണെന്നാ പറയുന്നത്. ആണോ? അല്ലല്ലോ. ആയിക്കോട്ടെ. വരുന്ന കുട്ടി ആളുകൾ കണ്ടോട്ടെ, പ്രസംഗിക്കാം. ആയിക്കോട്ടെ. ആളുകൾക്ക് അതൊരു ആരാ. അപ്പം എനിക്ക് മിസ്റ്റേക്കാണ് കേട്ടോ. അവിടെ ഇറങ്ങി വണ്ടിയിൽ ഇങ്ങോട്ട് വരണേ. അത് കാർ കയറി വരണം. മാറ്റം പറയണം, സംസാരിക്കണം. എനിക്കത് എന്ത് സംസാരിക്കും?
ആളുകൾ അതിൻ്റെ ഒരു ആങ്സൈറ്റിയിൽ നിങ്ങൾ പറയും നിങ്ങൾ പറയും, ഞാൻ പറയുന്ന മോശം, ഞാൻ പറയാം, നിങ്ങളൊന്ന് പറഞ്ഞേക്ക് ജസ്റ്റ്. ഞാൻ തുടങ്ങാം. പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മതേതര ഇന്ത്യയുടെ കാവൽക്കാരൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരും. പ്രിയമുള്ള സഹപ്രവർത്തകർ, നമുക്ക് പറ്റിയ വേദികൾ കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരമൊരു സ്ഥലത്ത് പരിമിതമായ അഡ്ജസ്റ്റ്മെന്റുകളിൽ നമുക്ക് സംഘടിപ്പിക്കേണ്ടി വന്നത്. പോലീസ് മൈതാനിയും കലക്ട്രേറ്റ് മൈതാനിയും ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ നോക്കിയിട്ടും നമുക്ക് അനുയോജ്യമായ ഒരു പ്രദേശം കിട്ടിയില്ല. എല്ലാം ബുക്കായി പോയതുകൊണ്ട് നമുക്ക് നടത്താൻ പരിമിതമായ ഈ സൗകര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് മാക്സിമം സൗകര്യപ്രദമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ചില അപാകതകൾ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകാം. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതെല്ലാം ക്ഷമാപൂർവം ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ വരുന്നതിൻ്റെ ഒരു ആങ്സൈറ്റിയിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത്. ഏതായാലും അദ്ദേഹത്തിന് വരാൻ ഇവർ അരമണിക്കൂർ പറഞ്ഞത് ലൈനപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ് ചെറിയൊരു വിശ്രമമുണ്ട്, വണ്ടിയിൽ ഇങ്ങോട്ട് വരണം. അതുവരെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്ത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഏറ്റവും മൗലികമായ പ്രശ്നങ്ങളെ വൈകാരികതകൾ കൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടത് നമ്മളാണ്. ആ ബോധമുണ്ടാകേണ്ടത് നമുക്കാണ്. നമുക്ക് ഈ വിലപ്പെട്ട വോട്ട്, നരേന്ദ്രമോദിക്ക് ഒരു വോട്ടാണ്, അമിത്ഷയ്ക്ക് ഒരു വോട്ടാണ്, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആദരണീയനായ രാഹുൽ ഗാന്ധിക്കും ഒരു വോട്ടാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ നിങ്ങളിൽ ഓരോരുത്തർക്കും എനിക്കും ഒരു വോട്ടാണ്. ഈ ജനാധിപത്യത്തിൻ്റെ കരുത്തതാണ്. ആ വോട്ടിനെ ഏറ്റവും ഗൗരവത്തോടെ വിനിയോഗിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം. അതിനുള്ള ജാഗ്രത നിങ്ങൾ പാലിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് രാജ്യം ഇത്രമേൽ അപകടകരമായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ പലരും നിശബ്ദരാവുന്നത്? ആ നിശബ്ദത എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചേർന്നപ്പോൾ, മുന്നണിയുടെ യോഗം കാശ്മീരിൽ ചേർന്നപ്പോൾ, കാശ്മീരിലെ ആ യോഗത്തിന് അന്ന് ചേരേണ്ട ദിവസമാണ് തെലുങ്കാനയിൽ ഒരു യോഗം നടക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ TSRന്റെ കൂടെ, അതുപോലെ തന്നെ ഇന്ന് മാറിയ ആം ആദ്മി പാർട്ടിയുടെ കൂടെ അന്നവിടെ യോഗം ചേർന്നു. ആ യോഗത്തില് ഇന്ത്യ മുന്നണിയെയും BJPയെയും എങ്ങനെ തോൽപ്പിക്കണം എന്നാണ് പറയാൻ ശ്രമിച്ചത്. TSR തോറ്റുപോയി, പിണറായി മാത്രം ബാക്കിയായി. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലേക്ക് മാറുകയും ചെയ്തു. അതിനുശേഷമാണ് മഹാരാഷ്ട്രയിലെ യോഗം നടക്കുന്നത്, ബോംബെയിൽ. എന്തേ മുഖ്യമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തില്ല, CPM പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമാണ്. സീതാറാം യെച്ചൂരിക്ക് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിവൃത്തിയില്ല. യെച്ചൂരിക്ക് AKG സെന്ററിൽ ചായക്കുള്ള പൈസ കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വരണം. ബംഗാളിൽ നിന്ന് വരാനില്ല, ത്രിപുരയിൽ നിന്ന് വരാനില്ല, വേറെ സ്റ്റേറ്റിൽ നിന്ന് വരാനില്ല. വരേണ്ടത് കേരളത്തിൽ നിന്നാണ്. പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരി ആണെങ്കിലും പാർട്ടിയുടെ മുതലാളി പിണറായി വിജയൻ ആയതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബോംബെയിലെ യോഗത്തിൽ CPM പങ്കെടുത്തില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, ബോംബെയിലെ യോഗത്തിൽ മാത്രമല്ല, ഇന്ത്യ മുന്നണി
പ്രിയമുള്ളവരെ, ഞങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തുനിന്ന ഇന്ത്യയുടെ കപൽപടൻ മതേതര ജനാധിപത്യ ശക്തികളുടെ ആവേശം രാഹുൽജി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഈ മഹാസംഗമത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Respectable our leader Shri Rahul ji and other dignitaries of the dais, ladies and gentlemen. First of all, I heartily welcome our respectful leader Rahul Gandhi ji to the city of these looms and laws. Rahul Gandhi is just not a leader and not a leader of India's main political opposition party, but a member of its most famous political dynasty. I once again welcome the leader to attend this Mamad Lari, which is conducted by UDF Kannur District Committee. സ്നേഹാദരണീയരായ നേതാക്കൾ, അഭിവന്ദനായ രാഹുൽ ഗാന്ധിജി, കേരളത്തിൻ്റെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ജി, KPCCയുടെ ആദരണീയനായ പ്രസിഡന്റും നമ്മുടെ പാർലമെന്റ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ശ്രീ കെ സുധാകരൻ അവർകൾ, കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി, സെക്രട്ടറി മുൻ MLA KM ഷാജി, ആദരണീയനായ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥി നമുക്കൊക്കെ പ്രിയങ്കരനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA തുടങ്ങി വേദിയിലെ സമാദരണീയരായ നേതാക്കളെ, വ്യക്തിത്വങ്ങളെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ, കാസർഗോഡ്, വടകര ഈ 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ശ്രീ കെ സുധാകരൻ അവർകൾ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ഷാഫി പറമ്പിൽ എന്നീ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അഭിവന്ദനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള രാഹുൽജി ഈ കണ്ണൂർ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പൗരാവലിക്ക് വേണ്ടി ഞാൻ ആദ്യമായി അദ്ദേഹത്തെയും മറ്റ് നേതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കാകമാനം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കേവലം വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല എന്നതാണ്. ഇത് കേവലം മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല എന്നുള്ളതാണ്. ഇത് 2 ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒന്ന്, വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന
അതിൻ്റെ വ്യാപാരികൾക്കെതിരായിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടം നയിക്കുന്നത് സ്നേഹത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും പ്രതീകമായി നമ്മുടെ മനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള രാഹുൽജിയാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മുന്നണികൾ ഈ ആശയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇന്ത്യയുടെ സനാതന ധാർമ്മിക മൂല്യങ്ങളെ തകർക്കുന്ന, ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്നു. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിജിയാണ്. മറുഭാഗത്ത് വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രകടമാണ്. ഒരാൾ നിരന്തരം ഞാനാണ് മോഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മോഡി ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ രാഹുൽജി ഒരിക്കൽ പോലും ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകണം എന്ന് പറയുന്ന ഒരാളല്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഈ ആശയ പോരാട്ടത്തിൽ പ്രകടമായി കാണേണ്ടത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആശയത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ഇടയിൽ സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും സമന്വയിച്ചെടുക്കുന്ന ഒരു മുന്നണിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ആ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധിജി നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് കണ്ണൂരിൽ ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ മത്സരിക്കുന്നത്, വടകരയിൽ അഭിവന്ദനായിട്ടുള്ള ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത്, കാസർഗോഡ് അഭിവന്ദനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നത്. അവർക്ക് വോട്ട് ചോദിക്കുക എന്നുള്ള വലിയ ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഈ കണ്ണൂരിന്റെ പൗലാവരിക്ക് വേണ്ടി ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കണ്ണൂർ DCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി എല്ലാ പ്രമുഖരായിട്ടുള്ള UDFന്റെ നേതാക്കളെയും ഈ സമ്മേളനത്തിൽ സന്നിഹിതരാകെ ഈ പ്രസംഗം ശ്രവിക്കാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ആയിരക്കണക്കിന് വരുന്ന UDFന്റെ കർമ്മധീരരായിട്ടുള്ള പ്രവർത്തകന്മാരെയും ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും ഒക്കെ UDFന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അഭിവന്ദനായിട്ടുള്ള DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് UDF, ജയ് ഹിന്ദ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് മറ്റ് നേതാക്കന്മാരൊന്നും സംസാരിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്കരനായ 2 കാൻഡിഡേറ്റ്സ് ഇവിടെയുണ്ട്. അവർ നിങ്ങളെ അഭിസംബോധന സംസാരിക്കും. ആദ്യം സംസാരിക്കുന്നതിന് വേണ്ടി KPCCയുടെ പ്രസിഡന്റും നമ്മുടെ ജില്ലയുടെ നെടുംതൂണും കണ്ണൂരിലെ മനസ്സിന്റെ ഉള്ളിൽ മായാതെ മറയാതെ നിൽക്കുന്ന ആരാധ്യനായ കണ്ണൂരിന്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കെ സുധാകരൻ MP അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽജി, വേദിയിൽ ശ്രീ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ, എൻ്റെ സഹപ്രവർത്തകന്മാർ, പ്രിയമുള്ള എൻ്റെ സഹോദരന്മാരെ, സമയം വൈകിയതുകൊണ്ട് ഏറെ ആളുകൾ പ്രസംഗിക്കുന്നില്ല. ഞാനും ചെറിയൊരു പ്രസംഗം മാത്രം ചെയ്ത് എൻ്റെ പ്രസംഗവും അവസാനിപ്പിക്കും. രാഹുൽജിക്ക് മറ്റ് പരിപാടികളിലും പോകേണ്ടതാണ്. നമ്മൾ ഇന്ന് മുഖാമുഖം കാണുന്നത് ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സമ്മേളനത്തിലാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്താണ് ആ ചരിത്രം? ഇന്ത്യ രാജ്യം ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ.
പോളിംഗ് ബൂത്തിൽ പോയാൽ ഇവിടുത്തെ എം പിമാരുടെ ഭൂരിപക്ഷവും അതനുസരിച്ച് വരാൻ പോകുന്ന ഒരു സർക്കാരിൻ്റെ ചിത്രവും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വരും. ആരാണ് അടുത്ത ഭരണാധികാരി, ആര് ഭരിക്കണം ഈ നാട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു. ആ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമാകാനുള്ള പ്രവർത്തനവുമായി നമുക്ക് മുൻപോട്ട് പോകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ നാടെന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ നാടാണ്, വൈജാത്യത്തിൻ്റെ നാടാണ്, വ്യത്യസ്തതകളുടെ നാടാണ്. മതങ്ങൾ, ജാതികൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഇവിടെ. ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കണ്ടേളമുള്ള കഴിവുള്ള ഒരു ഭരണകൂടത്തിന് സാധിക്കൂ, എല്ലാവർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അക്രമത്തിൻ്റെയും വർഗീയ യുദ്ധത്തിൻ്റെയും കളമായി നമ്മുടെ നാടിന് അപമാനമായി മണിപ്പൂർ മാറിയെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മുടെ ഒരു ഭേദഗതി ബില്ലുണ്ട്. ആ ഭേദഗതി ബില്ല് വർഗീയ ഫാസിസത്തിൻ്റെ കയ്യിലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള ബില്ലാണ്. അത് പ്രയോഗിക്കാൻ അദ്ദേഹം തുടങ്ങിയാൽ ഈ നാടിൻ്റെ അകത്ത് അനൈക്യമുണ്ടാവും, ഈ നാടിൻ്റെ എല്ലാ സൗകര്യങ്ങളും പോകും, ഐക്യത്തോടെയുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ വരാൻ പോകുന്ന മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഇന്ത്യൻ യൂണിയനാണ്, ഇന്ത്യ മുന്നണിയാണ്. ആ മുന്നണിയുടെ തലപ്പത്ത് പ്രിയപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ സ്നേഹത്തിന്റെ നൂലിഴലിൽ ഒരുമിക്കാൻ, ബന്ധിപ്പിക്കാൻ, സാഹോദര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്ന രാഹുൽജിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ഈ നാടിൻ്റെ ചലനാത്മകമായ ജീവൻ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ സാധിക്കൂ. ഇവിടെ മണിപ്പൂരിൽ എല്ലാ ആളുകളും എല്ലാവരെയും അവിടെ അടിച്ചൊതുക്കി ഒരു ശ്മശാന മൂകതയുണ്ടാക്കിയ സംസ്ഥാനത്ത് മറ്റൊരു നേതാവും പോയില്ല. പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽജി മാത്രമാണ്. അവിടുത്തെ പാവപ്പെട്ടവരെ, കഷ്ടപ്പെട്ടവരെ, കൊല്ലപ്പെട്ടവരെ, നഷ്ടപ്പെട്ടവരെ ഒക്കെ ആശ്വസിപ്പിക്കാൻ പോയ ഏക നേതാവ് രാഹുൽജിയാണ്. സ്നേഹത്തിന്റെ നൂലിടകളിൽ മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കാൻ ഇന്ത്യയിലെ ജനകോടികളോട് ആഹ്വാനം ചെയ്ത ഒരു നേതാവേ ഉള്ളൂ, അത് രാഹുൽജിയാണ്. ഇന്ത്യ ഭരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. 5, 8, 10,000 കിലോമീറ്റർ നടന്നപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല എന്നെ പ്രധാനമന്ത്രിയാക്കണം, കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹം മനുഷ്യരായി കാണാനാണ് ആവശ്യപ്പെട്ടത്. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ നൂനരകളിൽ ഈ സമൂഹത്തെ ബന്ധിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നാടിന്റെ അഖണ്ഡതയെ കുറിച്ച് ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുന്ന ഒരേ ഒരു ദേശീയ നേതാവേ ഉള്ളൂ, അത് രാഹുൽജിയാണ്. ആ രാഹുൽജിയുടെ കൈകളിൽ ഇന്ത്യ രാജ്യത്തെ ഏൽപ്പിക്കുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന് വേണ്ടി ഏത് പോർക്കളത്തിലും നമ്മുടെ സ്വന്തം ജീവൻ കളയാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് രാഹുൽജിയെ ഈ സന്ദർഭം ഞങ്ങൾ അറിയിക്കുകയാണ്. We will fight for you. We will catch this India. ഡെമോക്രാറ്റിക് ഇന്ത്യയായി ഇന്ത്യ തിരിച്ചെടുക്കും. ജനാധിപത്യ മതേതര രാഷ്ട്രമായി ഇന്ത്യ ഞങ്ങൾ തിരിച്ചെടുക്കും. ആ തിരിച്ചെടുക്കുന്ന ഭാരതത്തിന്റെ മുകളിൽ നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് പ്രിയങ്കരനായ രാഹുൽജിയാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ ഒറ്റക്കെട്ടായി, ഒരു ശബ്ദമായി, ഒരു മെയ്യായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് രാഹുൽജിയുടെ ഈ വരവിനെ നെഞ്ചകത്ത് കയറ്റി ഞാൻ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഹലോ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കാസർഗോഡിന്റെ ജനകീയ MP, 5 വർഷം കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ വികസനത്തിന്റെ പാന്താവ് തെളിച്ച ഏറെ ബഹുമാന്യനായ I invite Rahulji to address the people. Hello. Do you want to go there? I am comfortable here. Yes.
Sudhakaran ji, Satishan ji, Ramesh Chennithala ji, Martin George ji, Kareem Chelari ji, KM Shaji ji, our candidates Sudhakaran ji, Raj Mohan ji, senior leaders of India Alliance on the dais, dear brothers and sisters, and friends from the media, UDF and Congress workers, I'd like to welcome all of you here today. I think it may be your mobile. വേദിയിലിരിക്കുന്ന സ്ഥാനാർത്ഥികളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ, പാർട്ടി പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I'd like to thank every single person who has come here in the sun, in the heat, and also all the people who are watching this on television. ഇന്ന് ഈ വലിയ ചൂടത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ടെലിവിഷനിലൂടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. Thank you for giving me your valuable time. നിങ്ങളുടെ പ്രധാനപ്പെട്ട വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി നീക്കിവെച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. This election, for the first time probably in our modern history, is about the Constitution of India and the democratic structure of our country. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇന്ന് നേരിടുന്നത്. No political party has attempted what the BJP is trying in India today. ഇന്ന് ഇന്ത്യയിൽ BJP എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഈ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തതാണ് ഇന്ത്യയിൽ ഇന്ന് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Constitution is the foundation of modern India. It is what gives our people equal rights and equal opportunities. And the ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യാവകാശങ്ങളും തുല്യമായിട്ടുള്ള അവസരങ്ങളും നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. And our constitution is protected by the institutions of our country. നമ്മുടെ ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളാണ്. The bureaucracy, the election commission, the judiciary, the police, the intelligence agencies, the CBI, ED, these are all actually supposed to be protectors of the constitution and protectors of the rights of India's people. നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ED, CBI, ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളതാണ്. And by capturing each one of these institutions, by using the ED, the CBI as political weapons, the BJP is trying to change the very nature of our country. ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെയെല്ലാം പിടിച്ചെടുക്കുന്നതിലൂടെ CBIയും EDയും മറ്റും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. The Congress Party and the UDF accept the diversity of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നു. We accept the multiple languages, the multiple traditions, the different histories, the different expressions of all our people. ഈ രാജ്യത്തെ വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ പാരമ്പര്യങ്ങൾ, വിവിധ ചരിത്രങ്ങൾ, ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു.
the BJP wants to impose one history, one nation, one language on the people of India. ഇന്ത്യയിലെ ജനങ്ങൾക്കുമേൽ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. First of all, this is a fundamental misunderstanding of what India is. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. How can you come to the people of Kerala or the people of Tamil Nadu or the people of Bengal and say there is going to be one language? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്ന് കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ബംഗാളിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇവിടെ ഒരേ ഒരു ഭാഷ മാത്രമേ മതിയാകൂ പാടുള്ളൂ എന്ന്? You're insulting every single citizen of Kerala. ഇവിടെ വന്ന് ഒരേ ഒരു ഭാഷ മാത്രം മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഓരോ വ്യക്തിയെയും ഓരോ മലയാളിയെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. Malayalam is not just a simple language. മലയാളം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഭാഷ മാത്രമല്ല. Inside Malayalam is hidden the history, the tragedy, the happiness, the sadness, the brilliance of the people of Kerala. മലയാളം എന്ന് പറയുന്നത് വെറും ഒരു ഭാഷയല്ല. മലയാളം എന്ന ഭാഷയ്ക്കുള്ളിൽ മലയാളിയുടെ ചരിത്രമുണ്ട്, മലയാളിയുടെ സ്നേഹമുണ്ട്, മലയാളിയുടെ സന്തോഷമുണ്ട്, മലയാളിയുടെ ദുരന്തങ്ങളുണ്ട്, മലയാളിയുടെ ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ. The tears of joy that Malayali women feel when their children do well, but also the tears of sorrow when someone loses a brother. These are all transmitted in Malayalam. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷ കണ്ണുനീരുകൾ, നമ്മുടെ കുട്ടികളുമായി ഒക്കെ ബന്ധപ്പെട്ട സന്തോഷമുണ്ടാകുമ്പോൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ കണ്ണുനീരുകൾ, ഇതെല്ലാം നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ മലയാളം എന്ന ഭാഷയിലൂടെയാണ്. If you remove Malayalam, how will a mother in Kerala explain the history of this great land to her children? നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അമ്മ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം കുട്ടികളോട് വിശദീകരിച്ചു കൊടുക്കുക? How can she explain it in Hindi or in English? എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുക? So this is what we are protecting. ഇതിനെയാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. Can you give me those flowers? Flowers, brother. Yeah, I want this. See, this is what India looks like. ശരിക്കും ഈ കയ്യിലിരിക്കുന്ന പൂച്ചെണ്ട് കണ്ടോ? ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ കാണുന്നത് പോലെയാണ് ഇന്ത്യ. This is also what Kerala looks like. കേരളവും ഇന്ത്യ മാത്രമല്ല, ആ പൂക്കളുള്ള ബൊക്കെ പോലെയാണ് കേരളവും. And this is also what every family in Kerala looks like. കേരളത്തിലെ ഓരോ കുടുംബവും ആ പൂച്ചെണ്ട് പോലെയാണ് ഇരിക്കുന്നത്. Every flower is unique. അതിലെ ഓരോ പൂവും വ്യത്യസ്തമാണ്, സവിശേഷതകളുള്ളതാണ്. Every flower has a different expression. ഓരോ ഫ്ലവറിനും ഓരോ പൂവിനും വ്യത്യസ്തമായ രീതികൾ, പ്രകാശന രീതികൾ. Every flower has a different beauty. ഓരോ പൂവിനും വ്യത്യസ്തമായ സൗന്ദര്യമാണുള്ളത്. And when you add all the flowers together, they become much more beautiful than the individual flowers. ഈ പൂക്കളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും 10 മടങ്ങ് മനോഹരമായി മാറുകയാണ് ചെയ്യുന്നത്. Now imagine if I came to Kerala and I said, look, only white flowers can be in this bouquet. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക, ഞാൻ കേരളത്തിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ബൊക്കയിൽ വെള്ള കളറിലുള്ള പൂക്കൾ മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? We will only have white flowers and the stems have to be 6 inches long. ഞാൻ നിങ്ങളോട് പറയുകയാണ് 6 ഇഞ്ച് നീളത്തിലെ ആ പൂവിന്റെ ചെണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഇതിൽ വെള്ള നിറത്തിലുള്ള പൂവുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. No leaves will be there, no thorns will be there. അവിടെ മുള്ളുണ്ടാവാൻ പാടില്ല, ഇല ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? That is what the BJP and RSS are trying to do. അതാണ് ഈ രാജ്യത്ത് BJP RSS ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. To Kerala, to Tamil Nadu, to Uttar Pradesh, to India.
കേരളത്തോട്, തമിഴ്നാടിനോട്, ഉത്തർപ്രദേശിനോട്, ഈ രാജ്യത്തോട് മുഴുവൻ BJP RSS ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. Now, first of all, this is completely ignorant. Ignorant. First of all, this is completely ignorant. I'm not able to hear you. First of all, Yeah. this is a completely ignorant action. Yes, ഇതെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പറ്റി കൃത്യമായ ധാരണയില്ലാത്ത, അറിവില്ലാത്ത ഒരു ചിന്തയും പ്രവൃത്തിയുമാണ്. It shows they don't understand India. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. And it shows they don't understand Kerala. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയും കേരളത്തെയും മനസ്സിലാക്കാൻ BJPക്ക് RSSനും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. The Prime Minister recently went to Tamil Nadu. പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി അടുത്തിടെ തമിഴ്നാട്ടിലേക്ക് പോയി. Tamil Nadu has the most brilliant poets like Kerala does. തമിഴ്നാട്ടിൽ അതിമിടുക്കരായ പ്രഗത്ഭരായ കവികളുണ്ട്, കേരളത്തിലുള്ളതുപോലെ. Huge history, വലിയൊരു പാരമ്പര്യം, ചരിത്രം, huge tradition. വലിയൊരു മഹത്തായ പാരമ്പര്യം. Wars fought over there, people sacrificing their lives, all this stuff is going on. അവിടെ യുദ്ധങ്ങൾ നടന്നു, അനേകം പേർ അവരുടെ ജീവിതം ത്യാഗം ചെയ്തു. Prime Minister says, I like dosas. ഇതെല്ലാമുള്ള തമിഴ്നാട്ടിൽ പോയി പ്രധാനമന്ത്രി പറയുകയാണ്, എനിക്ക് ഇവിടുത്തെ ദോശ ഇഷ്ടമാണ്. Brother, I also like dosas. സഹോദര, എനിക്കും ദോശ ഇഷ്ടമാണ്. But please try and understand the history, the tradition, the language of the state also. പക്ഷേ ദോശ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദര, താങ്കൾ ആ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ, ദയവ് ചെയ്ത്. And also realize that the dosa in Tamil Nadu is completely different than the dosa in Kerala. ദോശ, അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ ദോശയും കേരളത്തിലെ ദോശയും തികച്ചും വ്യത്യസ്തങ്ങളാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And also understand that the dosa in Kerala is different than other dosas in Kerala. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കേരളത്തിലെ ദോശ തമിഴ്നാട്ടിലെ ദോശയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തെ ദോശ മറ്റു സ്ഥലങ്ങളിലെ ദോശകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And that is the genius of our country. ഈ പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിഭ, പ്രാഗൽഭ്യം. പ്രതിഭ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയാണ്. It is why our country is so great. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഇത്രയും മഹത്തരമായത്. And you are trying to change this. ഈ വൈവിധ്യത്തെ, ഈ മഹത്വത്തെയാണ് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. First of all, it can never be changed. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല. So you are wasting your time. നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്. But most important, you are also wasting the energy of the Indian people. അത് മാത്രമല്ല, നിങ്ങൾ വെറുതെ സമയം കളയുക എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരുടെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജം കൂടി നിങ്ങൾ ഇല്ലാതാക്കി കളയുകയാണ്. You are creating disharmony. ഈ രാജ്യത്ത് സ്വരച്ചേർച്ചയില്ലായ്മ, അപസ്വരം, പൊരുത്തക്കേട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. And this disharmony is harming millions and millions of people. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊരുത്തക്കേട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. The Prime Minister demonetized the Indian currency. ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി ഇവിടെ നോട്ട് നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കി. Just now I was looking in the crowd, there is a person there selling snacks. അവിടെ ഒരു വ്യക്തി അവിടെ ഉണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നത് ഞാൻ നോക്കുകയാണ്, അവിടെ നിൽക്കുന്നത്. Did the Prime Minister think about that man when he demonetized the currency? അദ്ദേഹം നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിരുന്നോ? Did he think what would happen to him when he did demonetization? നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? Did he ask farmers in India, laborers in India, what would happen if you demonetize the currency? ഇന്ത്യയിലെ കർഷകരോട്, തൊഴിലാളികളോട് ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ടോ? When COVID was striking India, people were dying. Lakhs of people were dying in the hospitals, dying outside the hospitals. No ventilators, no oxygen. The Prime Minister says, "Thali bajao." നിങ്ങൾക്കറിയോ, കോവിഡ് വന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെന്റിലേറ്റേഴ്സ് ഇല്ലായിരുന്നു, ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു, ആശുപത്രികൾ കവിഞ്ഞു നിറയുകയായിരുന്നു. ആ സമയത്ത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്താ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ കൈകൊട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. The entire media is saying how brilliant the Prime Minister is. ഇത് കേട്ടിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മാധ്യമങ്ങളും പറയുകയാണ്, ഓ, ഈ പ്രധാനമന്ത്രി എന്ത് മഹാനാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്.
So you are, because you don't understand India, and because you take decisions without asking anybody, you are creating tremendous damage to this country. നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാകുന്നില്ല, അതുപോലെ മറ്റാരോടും ചോദിക്കാതെ നിങ്ങൾ ഇവിടെ രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തിന് വലിയ നാശമാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. I'll give you one example. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. For the first time in my life, I have experienced this. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് അനുഭവിച്ചത്. There is a fire burning in Manipur. അവിടെ മണിപ്പൂരിൽ ശരിക്കും പറഞ്ഞ ഒരു അഗ്നിയാണ്. മണിപ്പൂർ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. People are still dying. ഇപ്പോഴും അവിടെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. I went to Manipur ഞാൻ മണിപ്പൂരിൽ പോയി. and I went to see both the communities. ഞാൻ അവിടെ പോയി അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായത്തിലെ ആളുകളെയും കാണാൻ ഞാൻ മണിപ്പൂരിൽ പോയി. Meitei community, Kuki community. മെയ്തി സമുദായവും കുക്കി സമുദായവും. They are not talking to each other at all. നിങ്ങൾക്കറിയോ, അവർ രണ്ടുപേരും ഈ സമുദായത്തിൽപ്പെട്ട രണ്ട് മനുഷ്യരും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്ന കൂടിയില്ല. No conversation between them. ഇവര് തമ്മിൽ യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങളുമില്ല. And the government over there is saying we have completely lost control. അവിടെയുള്ള ഗവൺമെന്റ് പറയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവിടുത്തെ ഗവൺമെന്റ് പറയുകയാണ്. We do not know what to do. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. And the Prime Minister cannot even go and visit an Indian state. പ്രധാനമന്ത്രി ആ സംസ്ഥാനം, ഈ സാഹചര്യമുള്ള സംസ്ഥാനം ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല. He cannot even go there and talk to the people and say what is going on. അദ്ദേഹത്തിന് ഇതുവരെ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ മനുഷ്യരോട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. Not one line in the national media. ദേശീയ മാധ്യമങ്ങളിൽ ഒരു വരി പോലും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. So wherever they go, they will divide people, make people fight with each other, create problems. എവിടെ അവർ പോയാലും അവിടെ പോയി അവിടുത്തെ മനുഷ്യരെ വിഭജിക്കും, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സംഘർഷങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the highest unemployment in 45 years is there in India today. ഇന്ന് നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്ത് 45 വർഷങ്ങളിലുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. 22%, 22 people own more wealth than 50% of India's population. ഈ രാജ്യത്തെ 50% ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഈ രാജ്യത്തെ 22 മനുഷ്യരുടെ കയ്യിൽ ഇന്നുണ്ട്. 1 or 2 companies are there in every single business. എല്ലാ രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളും 1 or 2 കമ്പനികളുടെ കയ്യിലാണ് ഇന്നുള്ളത്. And when our farmers ask for the proper price for their goods, the Prime Minister says, sorry, we are not going to give it to you. നമ്മുടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായ വില നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നു, ഇല്ല ഇല്ല സഹോദര, എനിക്കത് ചെയ്യാൻ പറ്റില്ല. When rubber farmers demand fairness, please give us the right price, they are greeted with silence from both the CPM and the PM. അതുപോലെ തന്നെ റബ്ബർ കർഷകർ ഞങ്ങൾക്ക് ന്യായമായ വില തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മൗനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും. And instead of liberating farmers, price is used as a weapon against them. ഇത് മാത്രമല്ല, കർഷകരെ സഹായിക്കുന്നതിന് പകരം അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില അവർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. Export-import policies are changed so that they do not get the right price. കർഷകർക്ക് കൃത്യമായ വില ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ കയറ്റുമതി ഇറക്കുമതി നയം മാറ്റിക്കൊണ്ടിരിക്കുന്നു. And the same is happening to small and medium businesses. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കാര്യത്തിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Only the biggest businesses in India have a right to the correct price. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ബിസിനസ്സുകൾക്ക്, ഏറ്റവും വലിയ വ്യവസായങ്ങൾക്ക് മാത്രമേ അവർക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നതിനുള്ള ഒരു അർഹതയുള്ളൂ എന്ന സാഹചര്യമാണുള്ളത്. So the question is, what is the Congress party going to do to change this? ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. ഈ സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? Well, the thing to understand is India has never been as unfair as it is today. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര നീതിരഹിതമായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ പോലെ ഒരിക്കലും ഈ രാജ്യത്തുണ്ടായിട്ടില്ല. Wealth has never been distributed as unequally as it is today. ഇത്ര അസമത്വത്തോടുകൂടി ഈ രാജ്യത്തെ സമ്പത്തിന്റെ വിതരണം ഈ രാജ്യത്ത് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. So the next government has to aggressively support poor people.
അതുകൊണ്ട് ഇനി അധികാരത്തിൽ വരുന്ന അടുത്ത ഗവൺമെന്റ് ഈ രാജ്യത്തെ അസമത്വമുള്ള ഈ രാജ്യത്തെ സാധാരണക്കാരെ വളരെ ശക്തിയോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. So how would a Congress government do that? അത് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അത് ചെയ്യാൻ പോകുന്നത്? The first thing to understand is in modern India, both men and women do jobs. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആധുനിക ഇന്ത്യയിൽ ഒരുപോലെ പുരുഷന്മാരും സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്. They go to offices, they leave home and they work, and they both work equally hard and for the same amount of time. രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, ജോലിക്ക് പോകുന്നു. അവർ രണ്ടുപേരും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ ഒരേ സമയം കഠിനാധ്വാനം ചെയ്യുന്നു. And they get compensated. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അതിന് കൃത്യമായ പ്രതിഫലവും ലഭിക്കുന്നു. But our women also work 8 hours at home. അത് മാത്രമല്ല നമ്മുടെ സ്ത്രീകൾ പുറത്ത് ജോലി ചെയ്യുന്നതിന്റെ കൂടെ വീട്ടിലും 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണ്. Men might not like what I'm saying. ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാം എന്ന് എനിക്ക് കരുതുന്നില്ല, ഇഷ്ടപ്പെടാൻ സാധ്യതയുമില്ല. But the fact is that if a man works 8 hours, a woman works 16 hours. പക്ഷേ വസ്തുത ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്. ഒരു പുരുഷൻ 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് 16 മണിക്കൂറാണ് എന്നതാണ് യാഥാർത്ഥ്യം. And if a man works 10 hours, a woman works 20 hours. അത് മാത്രമല്ല, ഒരു പുരുഷൻ 10 മണിക്കൂർ ജോലി ചെയ്താൽ സ്ത്രീ ജോലി ചെയ്യുന്നത് 20 മണിക്കൂറുകളാണ്. And the woman protects the future of India. അത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളാണ്. And she looks after our children. അവർ തന്നെയാണ് ഈ കുട്ടികളെ നോക്കുന്നത്. And for protecting the future of India and looking after our children, we have never compensated her. അത് മാത്രമല്ല, ഈ രാജ്യത്തെ സ്ത്രീകളെ, ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിന് തക്കതായ പ്രതിഫലം, ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നതിന് ആവശ്യമായ തക്കതായ പ്രതിഫലം ഒരിക്കലും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മൾ നൽകിയിട്ടില്ല. The government has never said, we appreciate the extra 8 hours that you work compared to men. ഒരിക്കലും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ സ്ത്രീകളോട്, നിങ്ങൾ അധികം ജോലി ചെയ്യുന്ന 8-10 മണിക്കൂർ നിങ്ങൾ അധികം ജോലി ചെയ്യുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, മാനിക്കുന്നു എന്ന് ഒരു ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. And so the next government is going to be the first government in Indian history to take that step. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ആയിരിക്കും ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഇതിനു വേണ്ടി ഒരു തീരുമാനമെടുക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And we are going to do it using 3 things. 3 കാര്യങ്ങൾ ഉപയോഗിച്ച് 3 മാർഗങ്ങളിലൂടെയാണ് ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്. The first thing we are going to do is we are going to make a list of every single poor family. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തെ എല്ലാ ദരിദ്ര കുടുംബങ്ങളുടെയും ഒരു പട്ടിക ഉണ്ടാക്കുക എന്നതാണ്. And we are going to choose one woman from each poor family. ഈ ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കും. This will be crores and crores and crores of women. ഇതെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കോടിക്കണക്കിന് 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 സ്ത്രീകളായിരിക്കും. And we are going to give them directly in their bank account 1 lakh rupees a year, 8,500 rupees a month. ഈ സ്ത്രീകൾക്ക്, ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കുന്ന ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സ്ത്രീകൾക്ക് ഓരോ മാസവും 8,500 രൂപ വീതം 1 ലക്ഷം രൂപ ഞങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. We are going to pass a bill that guarantees 50% reservation of jobs in government and public sector for women. അത് മാത്രമല്ല, ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും 50% സംവരണം ഉറപ്പുവരുത്തുന്ന ഒരു ബിൽ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു. And we are going to double the salary of Anganwadi and Asha workers. അത് മാത്രമല്ല, ഈ നാട്ടിലെ, ഈ രാജ്യത്തെ അംഗൻവാടി ആശാ പ്രവർത്തകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. And please do not think that this is a gift that the government is giving. This is not a gift. നിങ്ങൾ ഒരിക്കലും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു സമ്മാനമായിട്ട് ഇതിനെ കാണരുത്. ഇതൊരു സമ്മാനമല്ല. This is compensation for the work that our women do 8 hours every day at home. അത് ഈ നാട്ടിലെ നമ്മുടെ സ്ത്രീകൾ ഓരോ ദിവസവും 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് തരുന്ന നഷ്ടപരിഹാരമായിട്ട്, പ്രതിഫലമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് ഞാൻ പറയുകയാണ്. Now we have millions of youngsters who have no job.
അത് മാത്രമല്ല ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, തൊഴിലില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. And we in the Congress party have studied this problem. ഈ പ്രശ്നം കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ കാര്യമായി പഠിച്ചിട്ടുണ്ട്. We have spent hours and hours and hours understanding why this has happened. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട്, അനേകം മണിക്കൂറുകൾ. The single biggest reason is that small and medium businesses have been destroyed by the Prime Minister. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നടപടികളിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, നശിക്കപ്പെട്ടിരിക്കുകയാണ്. And if you look at the small and medium businesses, you will find that almost none of them become big businesses. നിങ്ങൾ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പരിശോധിച്ചാൽ മനസ്സിലാകും, അവയിൽ ഒന്നുപോലും ഒരു വലിയ വ്യവസായമായി മാറിയിട്ടില്ല എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. They are born small, they live small, and they die small. ആ ചെറിയ വ്യവസായങ്ങൾ അവർ ചെറുതായിട്ട് ജനിക്കുന്നു, ചെറുതായിട്ട് ജീവിക്കുന്നു, അതുപോലെ തന്നെ ചെറുതായിട്ട് മരിച്ചില്ലാതായി തീരുകയും ചെയ്യുന്നു. And this is because they do not have access to bank money. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാങ്കിലെ ലോണുകൾ, ബാങ്കിലെ പൈസ പലപ്പോഴും ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. So we are going to open the doors of India's banks to small and medium businesses. That's our first step. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യ പടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ബാങ്കുകളുടെ വാതിലുകൾ നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യവസായികൾക്കായി തുറന്നു കൊടുക്കുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. And we will give thousands and thousands and thousands of loans to young Indian entrepreneurs. ഇവിടുത്തെ ഇന്ത്യയിലെ യുവജനങ്ങളായ സംരംഭകർക്ക് ഞങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ ലോൺ നൽകുന്നതാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. There are 30 lakh government jobs that Mr. Narendra Modi refuses to give to the people of India. അത് മാത്രമല്ല ഈ രാജ്യത്ത് ഏകദേശം 30 ലക്ഷത്തിലധികം ഗവൺമെന്റ് ജോലികളുണ്ട്. ഈ നരേന്ദ്രമോദി ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകാൻ വിസമ്മതിച്ചിട്ടുള്ള 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഈ രാജ്യത്തുണ്ട്. We will immediately give those jobs to the people of India. ഞങ്ങൾ ഏറ്റവും ഉടനെ, ഏറ്റവും പ്രധാനപ്പെട്ടതായി, ഏറ്റവും വേഗത്തിൽ ഈ 30 ലക്ഷം ജോലികൾ ഇന്ത്യ മഹാരാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പു നൽകുകയാണ്. Millions and millions of workers work in public sector units and government offices, and they work under contract. നമ്മുടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും ജോലി ചെയ്യുന്നത് കരാർ ജീവനക്കാരായിട്ടാണ്. They can be sacked from one day to another, thrown out without any support. അവരെ ഏത് ദിവസം വേണമെങ്കിലും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു പിന്തുണയും സംരക്ഷണവുമില്ല. We will stop contract labor in PSUs and government offices. All jobs will be permanent jobs in these systems. ഈ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് ജോലികളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കരാർ നിയമനങ്ങൾ റദ്ദാക്കി അതിന്റെ സ്ഥാനത്ത് സ്ഥിര നിയമനങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു. And now I want to tell you about the revolutionary idea that we have come up with. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവാത്മകരമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. If you speak to children of rich families, they will tell you that before they get a job, they do an apprenticeship. ഇപ്പം നിങ്ങൾ ധാരാളം പൈസയുള്ള വീട്ടിലെ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ അപ്രന്റീസ്ഷിപ്പ് അഥവാ തൊഴിൽ പരിശീലനത്തിന് പോവുകയാണെന്ന്. They work for 6 months, 1 year, they get paid for it and they get training. അവർ 6 മാസത്തേക്ക് ജോലി ചെയ്യും, 1 വർഷത്തേക്ക് ജോലി ചെയ്യും. ഈ കാലയളവിൽ അവർക്ക് ശമ്പളവും കിട്ടും, തുടർന്ന് അവർക്ക് തൊഴിലും ലഭിക്കും, അതുപോലെ പരിശീലനവും ലഭിക്കും. This is how business families introduce their children to the job market. ഇങ്ങനെയാണ് വലിയ വ്യവസായ കുടുംബങ്ങൾ അവരുടെ കുട്ടികളെ ഒരു തൊഴിൽ വിപണിയിലേക്ക് അവരെ പരിചയപ്പെടുത്തുന്നത് ഈ അപ്രന്റീസ്ഷിപ്പ് അഥവാ തൊഴിൽ പരിശീലനത്തിലൂടെയാണ്. They have a soft landing into the job market. അവർ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തൊഴിൽ വിപണിയിലേക്ക് അവർക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്ത് എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റും. Everybody else has to beg for a job. ആ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക്, ഈ ധനകരകരുടെ വീട്ടിലല്ലാത്ത കുട്ടികൾക്ക് ശരിക്കും ഒരു ജോലിക്ക് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയാണ്. So we are going to pass a law that gives the right of apprenticeship to every single Indian graduate. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ ബിരുദധാരിക്കും തൊഴിൽ പരിശീലനത്തിലുള്ള അവകാശം നിയമമാക്കുന്ന ഒരു നിയമം ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. It means in Hindi, pehli naukri pakki.
പെഹലി നൗക്കരി പക്കി, അതായത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് ആദ്യത്തെ തൊഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പ് നൽകാൻ പോവുകയാണ്. All the graduates who request it will be given a 1-year apprenticeship, will be given training, and will get 1 lakh rupees in their bank account, 8,500 rupees every single month for the year. ഈ രാജ്യത്തെ അപേക്ഷിക്കുന്ന എല്ലാ ബിരുദധാരികൾക്കും അവർക്ക് പരിശീലനം ലഭിക്കും, അവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കും. അതുപോലെ തന്നെ ഓരോ മാസവും 8,500 രൂപയോടുകൂടി 1,00,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ നിയമത്തിലൂടെ. And if they do well, then that will become a permanent job. അത് മാത്രമല്ല, ഇവർ ഈ തൊഴിൽ പരിശീലനകാരം നന്നായി പൂർത്തിയാക്കിയാൽ അതിനെ തുടർന്ന് അവർക്കൊരു നല്ല ജോലി ലഭിക്കുകയും ചെയ്യും. And the result is that companies in India will get a huge trained manpower to build our country. അത് മാത്രമല്ല, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കമ്പനികൾക്ക് പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളെ ലഭിക്കും എന്നതുകൂടിയാണ് ഈ പദ്ധതിയിലൂടെ സാധ്യമാകുന്നത്. For the farmers of our country, we are guaranteeing them a minimum support price. അത് മാത്രമല്ല, ഈ രാജ്യത്തെ ഇന്ത്യയിലെ ഓരോ കർഷകർക്കും ഞങ്ങൾ ഒരു മിനിമം താങ്ങുവില കൂടി ഉറപ്പ് നൽകുകയാണ്. And we will not allow price to be used as a weapon against them. അത് മാത്രമല്ല, ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറയുന്നത് കർഷകർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല. Now I'd like to conclude with one thing I have noticed. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I fight the BJP and the RSS. ഞാൻ BJPയെയും RSSനെതിരെയും BJPക്കെതിരെയും RSSനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. No matter what they do, I fight them every day. അവരെന്നെ എന്ത് ചെയ്താലും, അവരെന്തൊക്കെ ചെയ്താലും BJPയെയും RSSനെയും ഞാൻ ഓരോ ദിവസവും അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. I have an ideological difference with them. I get up in the morning and I think to myself, okay, how am I going to disturb them today? എനിക്ക് അവരോട് ആശയപരമായ വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ആലോചിക്കുകയാണ്, ഇന്ന് ഞാൻ അവരെ എങ്ങനെയാണ് അസ്വസ്ഥപ്പെടുത്താൻ പോകുന്നതെന്ന് എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും. And when I walk in Parliament House, all the BJP MPs look at me and say, this man disturbs us 24 hours. അത് മാത്രമല്ല, ഞാൻ പാർലമെന്റിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള BJP MPമാരെല്ലാം എന്നെ നോക്കിയിട്ട് പറയും, ഈ മനുഷ്യൻ 24 മണിക്കൂറും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരെന്നെ നോക്കി പറയും. But there is a cost to this. പക്ഷേ ഇതിനൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. എനിക്കൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. Their media channels abuse me 24 hours. BJP RSSന്റെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ 24 മണിക്കൂറും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. My image is distorted across the country. ഈ രാജ്യം മുഴുവൻ എൻ്റെ പ്രതിച്ഛായ, ഞാൻ എന്താണെന്നുള്ളത് അവർ രാജ്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. My Lok Sabha membership was taken away. എൻ്റെ ലോക്സഭ അംഗത്വം അവരെടുത്തുകൊണ്ടുപോയി. I gave a speech about Mr. Adani and within a few days I was thrown out of the Lok Sabha. ഞാൻ അദാനിക്കെതിരെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരെന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. 55 hours, 12 hours a day being interrogated by ED. എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 55 മണിക്കൂറുകൾ, ഓരോ ദിവസവും 12 മണിക്കൂർ വീതമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ ചോദ്യം ചെയ്തത്. I gave them the keys of my government house. അവർക്ക് ഞാൻ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയുടെ താക്കോല് ഞാൻ അവർക്ക് They threw me out of the house. അവര് എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി. And I was feeling very happy. ആ സമയത്ത് പക്ഷേ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. I don't want that dirty house. എനിക്ക് അങ്ങനത്തെ കൊള്ളരുതാത്ത ഒരു വീട് എനിക്ക് വേണ്ട. And I told them also that look, I have millions of houses in India. My house is in the hearts of the people of Kerala, people of Uttar Pradesh, the people of Assam. ഞാൻ അവരോട് അത് മാത്രമല്ല, അതുകൂടി പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ, തമിഴ്നാട്ടിലുള്ള, കേരളത്തിലുള്ള, ഉത്തർപ്രദേശിലുള്ള, ആസാമിലുള്ള ജനലക്ഷങ്ങളുടെ മനസ്സിൽ എനിക്കൊരു വീടുണ്ട്, എനിക്ക് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. I walked 4,000 kilometers Kanyakumari through Kerala to Kashmir. കന്യാകുമാരിയിലും കേരളത്തിലും കൂടെ കാശ്മീരിലേക്ക് ഞാൻ 4,000 കിലോമീറ്റർ നടന്നു.
One of my knees is still hurting me. ഇപ്പോഴും എൻ്റെ ഒരു മുട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. Now, why is none of this happening to the Chief Minister of Kerala? എൻ്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJP എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? Why is his membership not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അംഗത്വം, നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? Why is his house not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? Why is he not being interrogated by the ED, CBI and all these? എന്തുകൊണ്ടാണ് ED, CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? 2 chief ministers are in jail. ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. How come none of this is happening to the Chief Minister of Kerala? പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? And the second question, I am 24/7 attacking the BJP. രണ്ടാമത്തെ ചോദ്യം, 24 മണിക്കൂർ 24/7, അതായത് രാവും പകലും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Chief Minister of Kerala is 24/7 attacking me. അതപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 24/7 രാവും പകലും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is a bit puzzling. Pardon? It's a bit surprising. ഇതൊരു ഭയങ്കര, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദപ്രശ്നം പോലെയാണ്, ഒരു പസിലാണ്. He says he is fighting ideological battle against the BJP. അദ്ദേഹം പറയാണ് ഞാൻ BJPക്കെതിരെ ഒരു ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But I know the BJP, because when you fight ideological battle against the BJP, they attack you with everything they have. എനിക്കറിയാം, BJPക്കെതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായത് എന്തും എല്ലാ രീതിയിലും നിങ്ങളെ ആക്രമിക്കും. But there is no attack on the Chief Minister of Kerala. അതിങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. It is not that there are no issues. There are corruption issues. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഇവിടെ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. So this is something the people of Kerala should think about. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. If someone is attacking the BJP will attack him 24/7, will disturb him 24/7, will have ED, CBI, everything behind him 24/7. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരെങ്കിലും BJPയെ യഥാർത്ഥമായി സത്യസന്ധമായി ആക്രമിച്ചാൽ BJP അവരുടെ പുറകെ ആയിരിക്കും 24 മണിക്കൂറും. EDയും CBIയും മറ്റെല്ലാം ഉപയോഗിച്ച് സാധ്യമായ എല്ലാ വിധത്തിലും BJP അവരെ തിരിച്ചാക്രമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. It was a pleasure for me to come here and speak to you. ഇവിടെ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. I cannot tell you, as a member of Parliament from Kerala, I cannot tell you what all you have taught me. കേരളത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പാർലമെന്റ് എന്ന അംഗം എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല എത്ര മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. The genius of the people of Kerala, കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഭ എന്ന് പറയുന്നത്, ability to live with each other peacefully, harmoniously, affectionately. പരസ്പരം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി പരസ്പരം സൗഹാർദ്ദപരമായി ജീവിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭയാണ്, മികവാണ്. And making us proud. Every part of the world where you find people from Kerala, making us proud every day. അത് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളവും കേരളത്തിലെ ജനങ്ങളും നമ്മളെ അഭിമാനമുള്ളവരാക്കി നമുക്ക് അഭിമാനം തോന്നുന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. And never losing their dignity. ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മലയാളി ഒരിക്കലും ഇതൊക്കെ ചെയ്യുന്നത് മലയാളിയുടെ അന്തസ്സ് കളയാതെയാണ് ഈ ലോകം മുഴുവൻ മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. In Wayanad I saw, after the flood, families that have lost their entire house, family members, still they are maintaining every inch of dignity. നിങ്ങൾക്കറിയാം, വയനാട്ടിലൊരു വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ ഞാൻ ആളുകളെ കണ്ടു. അവരുടെ കുടുംബം അവരെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് അവർ സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്ന അവസ്ഥ. They've got nothing left, but they still have their dignity. അവിടെ അവരുടെ കയ്യിൽ ഒന്നുമില്ല, വസ്തുവകളില്ല, വീടില്ല, പക്ഷേ അവർക്ക് അവരുടെ അന്തസ്സും അഭിമാനവും ആ വയനാട്ടിലെ മനുഷ്യർക്കുണ്ട്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. The people of Kerala should really be proud of what you have built. വയനാട്ടിലെ ജനങ്ങൾ ശരിക്കും അവർക്ക് അഭിമാനം ഉണ്ടാകണം, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെന്തിലൂടെ കടന്നു വന്നു എന്നതിനെ കുറിച്ച് ഓർത്ത്. And in many fields you are a guide to our country. And in many fields you are a guide to അത് India. മാത്രമല്ല, പല മേഖലകളിൽ നിങ്ങൾ എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് മുഴുവൻ വഴി കാട്ടുന്നവരാണ്. Thank you.
നന്ദി. നന്ദി. താങ്ക് യു. അടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബഹുമാന്യരെ, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും അതിമനോഹരമായി ആലങ്കാരികമായി ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങളോട് പ്രസംഗിച്ച പശ്ചാത്തലത്തിൽ ഇനി ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് പിൻവലിപ്പിക്കുകയാണ്. ഏകീകൃതമായ സിവിൽ കോഡ് എടുത്തു കളയാനാണ്. എല്ലാവരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി നന്ദി പറയാൻ വേണ്ടി KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ. ബഹുമാന്യരെ, അതിഗംഭീരവും അതിമനോഹരവുമായ പ്രസംഗം നടത്തിയ നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൽ സംബന്ധിച്ച മുഴുവൻ നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.